ലൈഫിൽ ഏതെങ്കിലും ഒരാളുടെ കയ്യിൽ നിന്ന് നല്ല വൃത്തിയായ ഒരു അടി കിട്ടിയതിന് ശേഷമായിരിക്കും നമ്മളിങ്ങനെ മാനത്തോട്ട് പോയി ഇങ്ങനെ ആലോചിക്കും, അയ്യോ അവർ നമ്മളെ യൂസ് ആക്കുമായിരുന്നല്ലേ എത്ര നാൾ, അവർ നമ്മളുടെ ട്രൂ ആയിട്ടുള്ള ഒരു ബോണ്ടല്ല വെച്ചിരുന്നല്ലേ, അവരെ ആവശ്യം കാണാൻ വേണ്ടി നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുമായിരുന്നല്ലേ. ഈ ഒരു സംഭവം നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞ ശേഷം പിന്നെ നമുക്ക് എല്ലാവരുടെ ഒരു പേടിയായിരിക്കും, ഇവർ ശരിക്കും നമ്മളെ കൂടെ എന്തെങ്കിലും ആത്മാർത്ഥതയോടെ നിൽക്കുന്ന ആളാണോ, അതോ മറ്റേ ആളിനെ പോലെ നമ്മളെ യൂസാക്കാൻ വേണ്ടി നിൽക്കുന്നവരാണോ. ആ ഒരു ഇൻസിഡൻറ്റിന് ശേഷം ആര് നമ്മുടെ കൂടെ മിങ്കിളാവാൻ വന്നാലും, ആര് നമ്മുടെ കൂടെ റിയലായിട്ട് നിന്ന് കഴിഞ്ഞാലും നമുക്ക് അവരുടെ അടുത്തൊരു കംപ്ലീറ്റ്നെസ് ഫീൽ ചെയ്യത്തില്ല. നമ്മളവരെ ട്രസ്റ്റ് ചെയ്യാൻ പോകുന്നില്ല, ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. മറ്റേ ആളെ പോലെ ഇയാളും നമ്മളെ ചതിക്കുമോ, അവരുടെ ആവശ്യം തന്നെ അവർ നമ്മളെ ഇട്ടിട്ട് പോകുമോ, അല്ലെങ്കിൽ നമ്മൾ അവരെ യൂസ് ചെയ്യുവാണോ, ഇങ്ങനത്തെ ഒരു തോട്ട് കണ്ടിന്യൂസ്ലി പല ആൾക്കാരുടെ ലൈഫിൽ പലർക്കും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. പേടിയാണ് കാരണം. ഒരു തവണ ചൂടുവെള്ളത്തിൽ വീണ പൂച്ച പച്ചവെള്ളം കണ്ടാലും ഒന്നും അറച്ചു. നമ്മളങ്ങനെ ഒരാൾ യൂസ് ചെയ്യാതിരിക്കുക എന്ന് നിർബന്ധം നമ്മൾ ഉണ്ടാക്കിയെടുക്കണമെന്നുണ്ടെങ്കിൽ ഒറ്റ കാര്യമാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. നമ്മുടെ വിലപ്പെട്ട സമയം നമുക്കിഷ്ടമില്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ഉപയോഗിക്കാതിരിക്കുക. നമുക്ക് ഏറ്റവും വിലപ്പെട്ട നമ്മുടെ സമയം നമുക്ക് ഉപയോഗമില്ലാത്ത ഒരു കാര്യത്തിന് വേണ്ടി, ഒരാൾക്ക് വേണ്ടി നമ്മൾ ചിലവഴിക്കേണ്ടതായിട്ടില്ല. അങ്ങനെ ചിലവഴിക്കാത്ത കാലത്തോളം നമ്മളെ ആരും യൂസ് ചെയ്യുന്ന പോലെ നമുക്കൊരു ഫീലും ഉണ്ടാകത്തില്ല. പക്ഷേ ആ വിലപ്പെട്ട സമയം ആർക്ക് വേണ്ടി നിങ്ങൾ ചിലവഴിക്കണം, ആരാണ് നിങ്ങളെ യൂസ് ചെയ്യാൻ നിൽക്കുന്നത്, ആരാണ് നിങ്ങളെ ആത്മാർത്ഥമായിട്ട് നിങ്ങളുടെ കൂടെ നിൽക്കുന്നത്, ഇത് കണ്ടുപിടിക്കേണ്ട ഉത്തരവാദിത്വം അത് നിങ്ങൾക്ക് മാത്രമാണ്.